വർഷവും 2 മാസവും കഴിഞ്ഞും നിർബാധം തുടരുന്ന കൂട്ടക്കുരുതി. കൊന്നൊടുക്കിയത് 44,429 മനുഷ്യരെ. അംഗവിഹീനരായവരും ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരും ഉൾപ്പെടെ പരിക്കേറ്റവർ 1,00,000-ലേറെ. വിദ്യാലയങ്ങളും ആതുരാലയങ്ങളും അടങ്ങുന്ന അടിസ്ഥാന സൗകര്യങ്ങളും പാർപ്പിടങ്ങളുമെല്ലാം ഒന്നാകെ ബോംബിട്ട് തകർത്തു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിന്റെ കണക്കാണിതെല്ലാം. വംശഹത്യക്ക് പിന്തുണയുമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അമേരിക്ക ഇസ്രായേലിന് നൽകിയത് $12.5 ബില്യൺ സഹായമാണ്. 2028 വരെ പ്രതിവർഷം $3.8 ബില്യൺ ഇസ്രായേൽ നൽകാനുള്ള ധാരണാപത്രവും ഒപ്പുവെച്ചാണ് ജോ ബൈഡൻ ഭരണകൂടം താഴെയിറങ്ങുന്നത്. ഫലസ്തീനികൾക്ക് മേൽ പരമാവധി ദുരന്തവും വരുത്തിവെച്ച ശേഷം വംശഹത്യയുടെ ചരിത്രം പഠിക്കാനിറങ്ങുന്ന ഭരണാധികാരിയെ നിങ്ങൾ എന്ത് വിശേഷിപ്പിക്കും? അമേരിക്കൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം കൗതുകപൂർവ്വം പ്രസിദ്ധീകരിച്ചൊരു വാർത്താ ചിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഒരു പുസ്തകശാലയിൽ നിന്ന് കുടുംബസമേതം പുറത്തിറങ്ങുന്ന ജോ ബൈഡന്റെ ചിത്രമാണത്. കൂടെ മകനും നിരവധി കേസുകളിൽ പ്രതിയുമായ ഹണ്ടർ ബൈഡനും മകൾ ആഷ്ലി ബൈഡനും കൊച്ചുമകളും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം ഉണ്ട്. ടീഷർട്ടും ജാക്കറ്റും കൂളിംഗ് ഗ്ലാസും ക്യാപ്പും ധരിച്ച് പുറത്തിറങ്ങുന്ന ബൈഡന്റെ കാഴ്ചയിൽ അസ്വാഭാവികതയൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പുസ്തകത്തിലാണ് എല്ലാവരുടെയും കണ്ണുടക്കിയത്. കൊളംബിയ സർവകലാശാലയിൽ പ്രൊഫസറും ഫലസ്തീൻ ലെബനീസ് അക്കാദമിക്കുമായ റാഷിദ് ഖാലിദ് രചിച്ച ദി 100 Years War on Palestine, A History of Settler Colonialism and Resistance 1917-2017 ആണ് ഈ പുസ്തകം. ഫലസ്തീനിൽ ഒരു നൂറ്റാണ്ടുകാലം ഇസ്രായേൽ നടത്തിയ അധിനിവേശത്തിന്റെയും വംശഹത്യയുടെയും ചരിത്രം അനാവരണം ചെയ്യുന്നതാണ് പുസ്തകം. തദ്ദേശീയ ജനതയെ സ്വന്തം ഭൂമിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പലവിധ സംഘങ്ങൾ നടത്തുന്ന അധിനിവേശ യുദ്ധമെന്ന് ആധുനിക ഫലസ്തീൻ ചരിത്രത്തെ ചുരുക്കി പറയണമെന്നാണ് റാഷിദ് ഖാലിദി പുസ്തകത്തിൽ പറയുന്നത്. 2020 പുറത്തിറങ്ങിയ പുസ്തകം ഫലസ്തീനിലെ ഇസ്രായേൽ അതിക്രമങ്ങളെ അക്കാഡമിക്കായി വിലയിരുത്തുന്ന ഏറ്റവും സമഗ്രമായ പുസ്തകങ്ങളിൽ ഒന്നാണ്. ഇസ്രായേൽ തലസ്ഥാനം ജെറുസലേമിലേക്ക് മാറ്റിയ തീരുമാനത്തിനും സിറിയയിലെ ഗോലാൻ കുന്നുകളുടെ കയ്യേറ്റത്തിനും അംഗീകാരം നൽകിയ ആദ്യ ഡൊണാൾഡ് ട്രംപ് സർക്കാരിനെയും ഖാലിദി പുസ്തകത്തിൽ വിമർശിക്കുന്നുണ്ട്. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും ഭീകര ഭരണകൂടമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിനെ ഖാലിദി വിശേഷിപ്പിക്കുന്നത്. ഒരു നൂറ്റാണ്ടിന്റെ ഇസ്രായേൽ അധിനിവേശ ചരിത്രത്തിൽ ഫലസ്തീനികൾ അപ്രതീക്ഷിത വിജയം സ്വന്തമാക്കിയ ജനകീയ പോരാട്ടമെന്നാണ് ആദ്യ ഇന്തിഫാദയെ റാഷിദ് ഖാലിദി വിശേഷിപ്പിച്ചത്. അതിക്രമങ്ങൾക്കെതിരെ ഇനിയും ഇത്തരത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. മസാച്യുസെറ്റ്സിലെ ദ്വീപ് സമൂഹങ്ങളിലൊന്നായ നാൻഡുകെറ്റിലാണ് ബൈഡൻ കുടുംബത്തോടൊപ്പം ബ്ലാക്ക് ഫ്രൈഡേ ആഘോഷിച്ചത്. നഗരത്തിലെ ബ്രദർഹുഡ് ഓഫ് ഷീൽസ് എന്ന പ്രശസ്തമായ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് തൊട്ടടുത്തുള്ള നാൻഡുകെറ്റ് ഡുക്കൽസ് എന്ന പുസ്തകശാലയിൽ അദ്ദേഹം എത്തിയത്. ഗസയിലെ കൂട്ടക്കുരുതിയിൽ മരണസംഖ്യ ഉയരുന്നതിനെ പേരിന് വിമർശിച്ചതൊഴിച്ചാൽ ഉറച്ച പിന്തുണയുമായി എന്നും ഇസ്രായേലിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും ഒപ്പം നിന്ന നേതാവാണ് ജോ ബൈഡൻ. തന്നെ സയനിസ്റ്റ് എന്നുവരെ അടുത്തിടെ അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നു. സയനിസ്റ്റ് ആകണമെങ്കിൽ ജൂതനാകണമെന്നില്ലെന്നും കഴിഞ്ഞ നവംബർ 12 ഇസ്രായേൽ പ്രസിഡന്റ് ഇസാക് ഫെർഗോസുമായുള്ള വൈറ്റ് ഹൗസ് കൂടിക്കാഴ്ചയ്ക്കിടെ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു. ഫലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശത്തെ രൂക്ഷമായി വിമർശിക്കുന്ന പുസ്തകം പിടിച്ചു നിൽക്കുന്ന ബൈഡന്റെ ചിത്രം ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. ഒടുവിലത്തെ അപമാനമെന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് ചിത്രത്തോടൊപ്പമുള്ള വാർത്തയ്ക്ക് നൽകിയ തലക്കെട്ട്. 4 വർഷവും പിന്നിട്ട് സമയം അതിക്രമിച്ചു കഴിഞ്ഞെന്നാണ് ഗ്രന്ഥകാരൻ റാഷിദ് ഖാലിദി ന്യൂയോർക്ക് പോസ്റ്റിനോട് പ്രതികരിച്ചത്. രക്തപങ്കിലമായ താങ്കളുടെ കരങ്ങളിൽ നിന്ന് തന്റെ പിതാവിന്റെ പുസ്തകത്തെ മോചിപ്പിക്കുമെന്നാണ് ഖാലിദിയുടെ മകൻ ഇസ്മായിൽ ഖാലിദി എക്സിൽ പ്രതികരിച്ചത്. ബൈഡനെ വംശഹത്യാ ഭ്രാന്തനെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. കയ്യിലുള്ളതെന്താണെന്ന് ബൈഡന് തിരിഞ്ഞിട്ടില്ലെന്നാണ് ഒരു എക്സ് യൂസറുടെ പരിഹാസം.